ശ്രീലേച്ചി നമസ്കാരം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് അത് വഴിവെച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു, നല്ല റെസ്പോൺസ് ആയിരുന്നു അതിന്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 135-ാമത്തെ പേജാണെങ്കിൽ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പഴയ കുറച്ച് കാര്യങ്ങളാണ്. അതായത് നടൻ തിലകനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് സമൂഹം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നടൻ തിലകനുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദ വിഷയങ്ങൾ, അന്ന് തിലകൻ പറഞ്ഞതായിരുന്നു ശരി എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ ഇന്ന് മാറുകയാണ്. തിലകൻ ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് അന്നേ പറഞ്ഞിരുന്നു. ഈ തിലകനെ ഒഴിവാക്കിയ ഈ പവർ ഗ്രൂപ്പിൽ ഒരു മന്ത്രി ഉണ്ട് എന്ന് വിനയൻ പറഞ്ഞിരുന്നു. വിനയൻ അത് പറഞ്ഞപ്പോ കോഴികെട്ടവന്റെ തലയിൽ പൂടയുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ചാടി ഇറങ്ങി പറയുകയാണ്, വിനയൻ അയാൾക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ ആൾക്കാരെയും ടാർഗറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ഗണേഷ് കുമാർ ചാടി ഇറങ്ങി പറയുകയാണ്. പുറകെ ഷമ്മി തിലകൻ ആരോപണവുമായി രംഗത്തെത്തി. ഷമ്മി തിലകൻ പറയുന്നത് ഗണേഷ് കുമാറാണ് തന്റെ അച്ഛനെ ഒതുക്കിയ പവർ ഗ്രൂപ്പിലെ ഒരാൾ എന്ന രീതിയിൽ ഷമ്മി തിലകൻ സംസാരിക്കുന്നു. ഷമ്മി തിലകന്റെ എക്സാക്ട് വാക്കുകളിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഈ ഷമ്മി തിലകൻ പറയുന്നത് എന്റെ അച്ഛനെ സിനിമയിൽ നിന്ന് പൂർണ്ണമായും ബാൻ ചെയ്ത് അദ്ദേഹത്തിന്റെ സിനിമാ സപര്യയെ മുഴുവൻ തകർത്ത് 2010 അദ്ദേഹം സീരിയലിലേക്ക് തിരിഞ്ഞു. മറ്റൊരുവൾ എന്ന് പറയുന്ന സീരിയലിൽ അദ്ദേഹം അഭിനയിക്കാൻ പോയപ്പോൾ അന്ന് ആത്മയുടെ പ്രസിഡന്റ്, അത് ആരെന്ന് ഇപ്പോഴും അറിയില്ല കേട്ടോ, നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം. ആത്മയുടെ പ്രസിഡന്റ് അന്ന് ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാർ ആത്മയുടെ പ്രസിഡന്റ് ആയിരുന്ന ഗണേഷ് കുമാർ അന്ന് സീരിയലിൽ നിന്ന് പോലും തിലകനെ വിലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്തും തൊഴിൽ ചെയ്ത് ജീവിക്കാൻ തിലകനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഗണേഷ് കുമാർ കച്ചകെട്ടി ഇറങ്ങിയ ഒരു സമയമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതേ ഗണേഷ് കുമാറാണ് ഇന്ന് ഗതാഗത മന്ത്രിയായിട്ടിരിക്കുന്നത്. അപ്പോഴാണ് വിനയൻ അടക്കമുള്ളവർ പറയുന്നത് ഈ പവർ ഗ്രൂപ്പിൽ ഒരു മന്ത്രിയുണ്ട് എന്ന്. ഗണേഷ് കുമാറിന്റെ സ്വാധീനത്തെ കുറിച്ച് നമ്മൾ പറയേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. നടൻ മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസ് വന്നപ്പോൾ അത് ഒതുക്കാൻ മുന്നിൽ നിന്നത് ഗണേഷ് കുമാർ ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വെറുതെ ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അത് എന്താണ് അതിന്റെ വിവരങ്ങളും വിശദാംശങ്ങളും എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഗണേഷ് കുമാറും തിലകനും തമ്മിലുള്ള ആ വ്യക്തിവൈരാഗ്യം, അല്ലെങ്കിൽ ഗണേഷ് കുമാറിന് തിലകനോടുള്ള ആ പ്രൊഫഷണൽ ജലസി, ഈഗോ, തിലകൻ വളർന്നു വന്നുകൂടാ എന്നുള്ള കൃത്യമായിട്ടുള്ള ഗണേഷ് കുമാറിന്റെ ആ നിലപാട് എല്ലാവർക്കും അറിയാം. ഈ ഇടയ്ക്ക് മണിയമ്പിള്ള രാജു ഗണേഷ് കുമാറും സുരേഷ് ഗോപിയും തമ്മിൽ ഉടക്കിയപ്പോൾ നമുക്കറിയാം, സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിക്കുമ്പോൾ ഗണേഷ് കുമാർ അങ്ങേയറ്റം ഹീനമായി സുരേഷ് ഗോപി അധിക്ഷേപിച്ചു. നോമ്പ് കഞ്ഞി കുടിക്കാൻ പോകുന്ന സുരേഷ് ഗോപി കൈ മുഴുവൻ നോമ്പ് കഞ്ഞിയിൽ വടിച്ചെടുത്ത് നക്കി തുടയ്ക്കുന്നു എന്ന് പറഞ്ഞ് ഗണേഷ് കുമാർ ഒരു നിന്ന കലർന്ന ഒരു പ്രസ്താവന നടത്തി. അതിനുശേഷം ഗണേഷ് കുമാർ പോലും പ്രതീക്ഷിക്കാതെ സുരേഷ് ഗോപി ജയിച്ചു, മന്ത്രിയായി. സുരേഷ് ഗോപി വലിയ രീതിയിൽ വളർന്നു. അപ്പോൾ അമ്മയുടെ വേദിയിൽ സുരേഷ് ഗോപി എത്തുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഗണേഷ് കുമാർ വന്നില്ല. ഗണേഷ് കുമാർ വരാത്തത് കൊണ്ട് സുരേഷ് ഗോപി ആനയിച്ചിരുത്തി മണിയമ്പിള്ള രാജു പറഞ്ഞൊരു ഡയലോഗാണ് എനിക്കിപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. അമ്മ തുടങ്ങിയത് ഗണേഷ് കുമാറും സുരേഷ് ഗോപിയും ചേർന്നാണ്. അതിൽ ഗണേഷ് കുമാർ തിലകൻ എന്ന് പറയുന്ന വ്യക്തിയെ തകർക്കാൻ അമ്മ തുടങ്ങി എന്ന് കഴിഞ്ഞ ദിവസം സോണിയ പറയുമ്പോൾ, സുരേഷ് ഗോപി അതേ തിലകനെ മാറോട് ചേർത്ത് പിടിച്ചു. ചിന്താമണി കൊലക്കേസ് എന്ന് പറയുന്ന സിനിമയിൽ ചേട്ടൻ വേണമെന്ന് പറഞ്ഞ് പല സിനിമകളിൽ തിലകനെ സജസ്റ്റ് ചെയ്യുകയും, എന്നാൽ തിലകൻ സുരേഷ് ഗോപിയുടെ ഭാവി തുലാസിലാകണ്ട എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം സോണിയ തിലകൻ വന്ന് പറയുന്ന കാഴ്ച. അപ്പോ ഈ സിനിമാ മേഖലയിൽ എന്താണ് നടക്കുന്നത്? തിലകനായിരുന്നു ശരി എന്നാണ് പല ആൾക്കാരും പറയുന്നത്. സോണിയ തിലകൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പല ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നു. സിനിമാ മേഖലയിൽ നടി ആക്രമിക്കപ്പെട്ട വിഷയം ഉണ്ടായത് തൊട്ടാണ് ഇത് നടക്കുന്നത്. ചേച്ചി, എനിക്ക് എന്റെ ആദ്യത്തെ ചോദ്യം തിലകനിലേക്ക് നമുക്ക് വരാം. ഈ നടി ആക്രമിക്കപ്പെട്ട വിഷയം, നടിയെ ഒരു വാനിൽ തട്ടിക്കൊണ്ടു പോവുകയായി, ഇത് ആദ്യത്തെ സംഭവമാണോ മലയാള സിനിമയിൽ? ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല? തീർച്ചയായിട്ടും ധനുഷ്, ഇതുമായി ബന്ധപ്പെട്ട ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഒരു കേസ് സമൂഹ മധ്യത്തിലേക്ക് ഒരു കേസായി ഇത് വരുന്നത്. ഇതിനു മുമ്പ് പലരും പറഞ്ഞും ആരോപണങ്ങളായും ഒക്കെ അറിയുന്ന കാര്യങ്ങളാണ് സിനിമാ മേഖലയെ കുറിച്ച് നമുക്ക് പലപ്പോഴും ഉള്ളത്. ചിലപ്പോഴെങ്കിലും ഒക്കെ നമ്മളടക്കമുള്ളവർ പോലും ചിലപ്പോൾ വിചാരിക്കും ഇതൊക്കെ പരസ്പരമുള്ള എന്തെങ്കിലുമൊക്കെ വ്യക്തിവൈരാഗ്യത്തിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേരിൽ പറയുന്നതാണ് എന്ന്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് നിർമ്മാതാവ് സുരേഷ് കുമാർ അടക്കം അദ്ദേഹത്തിന്റെ ഭാര്യയായ മേനകയെ നേരത്തെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തിയിരുന്നു എന്ന കാര്യം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ട് കേൾക്കുന്നു. അതായത് സിനിമാ മേഖലയിലെ ഒരു വലിയ ലോബി, അത് ഒരു ഗുണ്ടാ സംഘം, അതായത് ഡ്രൈവർമാരും അതുപോലുള്ള ടെക്നീഷ്യന്മാരെല്ലാവരെയും പറഞ്ഞുകൂടാ, ചിലരെയെങ്കിലും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗുണ്ടാ സംഘത്തെ പറ്റി, അതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഇതുപോലുള്ള ലോബികളെ പറ്റി ഒക്കെയുള്ള ചർച്ച അന്ന് വലിയ രീതിയിൽ വന്നതാണ്. നമുക്കറിയാം, ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഗണേഷ് കുമാർ എന്നും ജീവിതത്തിൽ പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. രാഷ്ട്രീയ രംഗത്താണെങ്കിലും അച്ഛൻ വലിയ രാഷ്ട്രീയക്കാരനായിരുന്നു. പണ്ട് നല്ല സാമ്പത്തികമുള്ള ഒരു മാടമ്പി തറവാട്ടിലെ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം സിനിമയിലേക്ക് വരുമ്പോഴും വളരെ അച്ഛനൊക്കെ പവർഫുൾ ആയിരുന്ന കാലഘട്ടം, അദ്ദേഹത്തിന്റെ മന്ത്രി പദത്തിലിരുന്ന കാലഘട്ടം ഒക്കെ നമുക്കറിയാം. രാഷ്ട്രീയ രംഗത്തെ പവർ അടക്കമുള്ളവ
പലപ്പോഴും ഇത് ഈ സിനിമാ രംഗത്തേക്ക് ഉള്ള ഒരു വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പല കാര്യങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഗണേഷ് കുമാർ. അത് മാത്രമല്ല, ഈ എല്ലാവരെയും ഒതുക്കേണ്ടവരെ ഒതുക്കാനും ബാക്കിയുള്ളവരെയൊക്കെ നിലയ്ക്ക് നിർത്താനും ഒക്കെ ഇത്തരം രാഷ്ട്രീയക്കാർക്ക് പലപ്പോഴും കഴിയാറുമുണ്ട്. വേറൊരു മന്ത്രിപുത്രന്റെ പേരും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സിനിമാ രംഗത്ത് ഇതേപോലത്തെ പ്രവണതകളൊക്കെ വന്ന സമയത്ത് സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമാ പാരമ്പര്യവുമില്ലാത്ത, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ പോലും അറിയാത്ത ഒരു മന്ത്രിപുത്രൻ, അദ്ദേഹം പിന്നീട് പല കേസുകളിലും ആരോപണ വിധേയനായി. ഇപ്പോ അദ്ദേഹം സിനിമാ ഫീൽഡിലല്ല, വേറൊരു ഫീൽഡിലാണ്. അദ്ദേഹം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ പിടിച്ചുകൊണ്ടുപോയ ഒരു മന്ത്രിപുത്രനല്ലേ അദ്ദേഹത്തിന്റെ സഖാക്കന്മാർ തന്നെ വിളിക്കുന്നത് ചെല്ല പേരിൽ ഡിങ്കിരി എന്നാണ്. അതെ അതെ, അങ്ങനെ ഒരാളും സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായി. കാരണം അത്ര നല്ല നടനോ, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു സിനിമയിൽ പോലും അഭിനയിക്കാനുള്ള ഒരു ക്വാളിറ്റിയും ഉള്ള ഒരാളുമല്ല നമ്മൾ അദ്ദേഹത്തിന്റെ അഭിനയം കണ്ടിട്ടില്ല. എവിടെയെങ്കിലും ഒക്കെ ഒരു സപ്പോർട്ടിംഗ് ആളായി നിൽക്കാനുള്ള, ഒരു ആർട്ടിസ്റ്റായി നിൽക്കാനുള്ള കപ്പാസിറ്റി മാത്രമുള്ള ഒരാൾ സിനിമാ രംഗത്ത് അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ട ഒരാളും കൂടിയാണ്. ഈ ദിലീപിന്റെ കേസിലടക്കം അദ്ദേഹത്തിന്റെ കൈകളുണ്ടോ എന്ന് സംശയിക്കത്തക്ക തരത്തിലുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് പോലീസിന്റെ കസ്റ്റഡിയിലൊക്കെ ആകുന്നതും പിന്നീട് ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നും ഇന്നലെയും അല്ല കേരളത്തിലെ സ്ത്രീകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടത് തന്നെയുണ്ട്. ഒരിക്കലും ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ എന്നെ ഇങ്ങനെ എന്റെ ഒരു സുഹൃത്ത് പരിചയപ്പെടുത്തിയപ്പോൾ ചോദിച്ചു, RSSകാരല്ല BJP അനുഭാവികൾക്ക് എന്ത് പത്രപ്രവർത്തനം എന്നാണ് ചോദിച്ചത്. അതായത് പത്രപ്രവർത്തനം അവരുടെ കുത്തകയാണെന്നും CPMകാരുടെ കുത്തകയാണെന്നും സിനിമ പോലുള്ള സാധനങ്ങളിലൊക്കെ അവരുടെ കുത്തകയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. പലപ്പോഴും അങ്ങനെയൊക്കെ ആയിരുന്നു താനും. ഇപ്പോഴല്ലല്ലോ ആരോപണം ഉണ്ടാകുന്ന സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ്, ഞാൻ ചോദിക്കട്ടെ, എന്ത് ഞെട്ടലാണ് ആർക്കാണുള്ളത്? ഇവിടെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനെതിരെ കേസുണ്ടായിരുന്നില്ലേ? ഒരു പോക്സോ കേസിൽ അദ്ദേഹത്തിന്റെ ജാമ്യത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്നു. എവിടെയാണ്, എന്ത് ഞെട്ടലാണുള്ളത്? ഇങ്ങനെ എത്രയോ പേർ പല ഘട്ടങ്ങളിലായി ആരോപണ വിധേയരായിട്ടുണ്ട്. ഈ രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിലും ഒക്കെ തന്നെ ഇവരങ്ങ് രക്ഷപ്പെട്ടു പോവുക എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മുകേഷ് അടക്കമുള്ളവരുടെ കാര്യം പറഞ്ഞാൽ, മുകേഷിനെ കുറിച്ച് ഇന്നല്ലല്ലോ ആരോപണം ഉയരുന്നത്. ഇതിനു മുമ്പ് ഒരു സംവിധായിക 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തെ കുറിച്ച് അവർ ഒരു മീറ്റു എന്ന രൂപത്തിലെങ്കിലും പ്രതികരിച്ചില്ലേ? യഥാർത്ഥത്തിൽ ഇപ്പോ അദ്ദേഹത്തിന്റെ പാർട്ണറായിരുന്ന വേദിൽ ദേവിയെ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടോ, ജീവിതത്തിലും ഇവർക്ക് ഹീറോകളായി മാറണം, സിനിമയിലെ ഹീറോകളാണെന്നൊക്കെ പറയുമ്പോ അവർക്ക് അത് പറയാതെ പറയുന്ന ചില കാര്യങ്ങളാണ് അവർ. പക്ഷെ എങ്കിൽ പോലും നമുക്ക് വളരെ കൃത്യമായി തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങളെല്ലാം കേരളത്തിലെ പുരോഗമന രാഷ്ട്രീയത്തിന്റെ കൂടി ഒരു പ്രതിഫലനമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമുക്കറിയാം കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു കഥ, ഒരു സിനിമ വന്ന സമയത്ത് ഇവിടെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതല്ല കേരള സ്റ്റോറി. യഥാർത്ഥത്തിൽ ഇതാണോ കേരള സ്റ്റോറി? കേരളത്തിലെ കഴിഞ്ഞ കുറെ നാളുകളായി ഇടതുപക്ഷം കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് കൈവശം വെച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. അവിടുത്തെ ട്രേഡ് യൂണിയനുകൾ, അവിടുത്തെ യൂണിയനുകളെ നോക്കിയാലും എന്ത് തരത്തിലുള്ള സംഭവങ്ങളെ നോക്കിയാലും അതിലെല്ലാം ഇടതുപക്ഷക്കാരുടെ ഒരു പ്രസക്തി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി അതുമല്ല എന്നിരിക്കട്ടെ, ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിലൊക്കെ ഇടപെടുകയും അത് ഒതുക്കുകയും ഒക്കെ ചെയ്യുന്നത് ആരാണ്? കേരളത്തിലെ ഇടതുപക്ഷമല്ലേ? ഈ ഗുണ്ടാ സംഘങ്ങളെ പറ്റി പറയുന്നു. കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമല്ലേ ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടം കേരളത്തിൽ ഇത്രയധികം സജീവമായത്? അല്ല എന്ന് പറയാൻ കഴിയുമോ? നേരത്തെ ഉണ്ടായിരുന്നതിന്റെ അതിഭീകരമായ രീതിയിൽ എങ്ങനെയാണ് ഗുണ്ടാ സംഘങ്ങൾ തലപൊക്കുന്നത്? ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുന്ന ആരാണ്? ആ ഗുണ്ടാ സംഘങ്ങൾ സിനിമയിലും ഉണ്ടാകില്ല എന്നാണോ നമ്മൾ കരുതുന്നത്? എല്ലാത്തിന്റെയും പ്രതിഫലനത്തിനപ്പുറം കുറച്ചുകൂടി കടന്ന കൈ ഉള്ള ഒരു സ്ഥലമാണ് സിനിമ. ആ സിനിമയിൽ അടക്കമുള്ളവർ ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടമാണ്. നമുക്കറിയാം പണ്ടൊക്കെ നമ്മൾ ഈ ബോളിവുഡ് സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ബോളിവുഡ് സിനിമകളിലൊക്കെ പണം മുടക്കിയിരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്ന ചില അധോലോക സംഘങ്ങളായിരുന്നു. പല നടന്മാരും അധോലോക സംഘങ്ങളുടെ തടവറയിലായിരുന്നു. തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും അത്തരത്തിലുള്ള ഏതെങ്കിലും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ നാഷണലിസ്റ്റിക് വ്യൂകൾ എത്രയോ സിനിമകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോ ഇനി പറയുമ്പോൾ നമ്മള് ഇങ്ങനെ ഒരു വാദഗതി മുന്നോട്ട് വെക്കുമ്പോൾ ഇവർ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? എല്ലാത്തിനും RSSകാർ അല്ലെങ്കിൽ BJPക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി കൈകടത്തിയെന്നായിരിക്കും. പക്ഷേ കൃത്യമായ ദിശാബോധമുള്ള ഒരു സർക്കാർ ഉള്ളപ്പോൾ, കൃത്യമായ നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു സർക്കാർ ഉണ്ടെന്ന് ബോധ്യമുള്ളപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് ബോധ്യമാകുന്നത്. മറ്റൊന്നുമല്ല, അത്തരത്തിലുള്ള സിനിമകൾ എടുത്താൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അതിന് കൃത്യമായ നിലപാടിലേക്ക് പോകുമെന്ന് അറിയുന്നത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ തമിഴിലേക്ക് പോയ പല നടിമാരും വന്നിട്ട് പറയും തമിഴിൽ നടിമാർക്ക് നല്ല തരത്തിലുള്ള ആദരവ് കിട്ടുന്നുണ്ടെന്ന് പല നടിമാരും പറയുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ നടിയാണെന്ന തോന്നലെങ്കിലും എനിക്ക് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് ഞാൻ പല ഇന്റർവ്യൂകളിലും നടിമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏത് സിനിമ ഇൻഡസ്ട്രിയിലാണ് ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നത്? ഇതൊക്കെ നടക്കാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. ഒരു പക്ഷേ ദിലീപിന്റെ കേസ് ഉണ്ടായത് ഇതൊക്കെ ഒന്ന് പുറത്തു വരാനുള്ളത് കാരണം മാത്രമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഇതിൽ കേസ് കൊടുക്കാൻ ഈ നടി ആദ്യ വിമുഖത കാട്ടിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെഡിക്കൽ പരിശോധനയടക്കം ഈ നടി നിഷേധിച്ചിട്ടുണ്ട് അന്ന്.
അതുപോലെ അന്നും പരാതി കൊടുക്കാൻ അന്നൊരു ഫലപ്രദമായ കോൺഗ്രസ് നേതാവിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇത് പരാതിയായി വന്നത്. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലെ ഒരു കഥ മാത്രമായി അങ്ങ് അവശേഷിച്ചു പോയതിന്. അന്ന് ഈ വിഷയം പുറത്തു വന്നതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഹേമ കമ്മിറ്റി എന്നൊരു വിഷയത്തെ കുറിച്ച് ഹേമ കമ്മിറ്റി ചില വിഷയങ്ങൾ പഠിച്ചുകൊണ്ട്, ആ കമ്മിറ്റി പഠിച്ചതും വലിയ രസമാണ്. അല്ല, നടി എന്തുകൊണ്ടാണ് മെഡിക്കൽ പരിശോധനയ്ക്ക് വിസമ്മതിച്ചതെന്ന് എന്ന് ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുമോ? അത് ഒരു ഇരയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് അതിപ്പോ നമുക്ക് തൽക്കാലം ചർച്ച ചെയ്യേണ്ട. ഏതായാലും കേസ് കഴിഞ്ഞ എന്റെ ഒരു ധാരണ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും ആ കേസ് വിട്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ദിലീപിന്റെ കേസിന്റെ അവസാന ഘട്ടത്തിലാണ്, വിചാരണയൊക്കെ കഴിഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഈ കേസ് നിൽക്കുന്നതെന്നാണ് എന്റെ ഒരു ധാരണ. അതായിരിക്കാം ഒരു പക്ഷേ ഇത്രയും പെട്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി ചില ചാനലുകൾ നൽകിയ വിവരാവകാശവും പ്രശ്നമൊക്കെ തന്നെയാണ് ഇപ്പൊ ഇത് പുറത്തു വരാൻ കാരണം. ആ ചാനലുകാരൊക്കെ ഈ ദിലീപിനെ വലിയ രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്, വ്യക്തിവൈരാഗ്യമുള്ളതുപോലെ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നവരാണ്. പക്ഷെ എന്റെ ഒരു തോന്നലിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അത് വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും രീതിയിൽ സർക്കാരിനോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നടിക്കോ ഒക്കെ പ്രതിരോധം ഉയർത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്നുള്ള ധാരണയായിരിക്കാം വിഷയത്തിൽ. സർക്കാർ ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിലാകാൻ പോകുന്ന സാഹചര്യം, ദിലീപിനെ ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ സർക്കാർ വിഷയത്തിൽ പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം പല ഇതുമായി ബന്ധപ്പെട്ട് ചില പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ പങ്കിനെ സംബന്ധിച്ചും ഒക്കെ പലതരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെയാണ് ഇതിന്റെ പിന്നിലെന്ന്, അത് ഈ മഞ്ജു വാര്യർ അടക്കമുള്ള നടിമാരുമായി ബന്ധമുള്ള ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ആ കേസിന്റെ ഡീറ്റെയിൽസും ആ കേസിന്റെ ബാക്കിയുള്ള വിധിയും ഒക്കെ പുറത്തു വരുമ്പോൾ ദിലീപിനെ വീണ്ടും ക്രൂശിക്കാനുള്ള എന്തെങ്കിലും കിട്ടാനുള്ള ഒരു സാധ്യതയിലേക്കായിരുന്നോ ഈ ഒരു റിപ്പോർട്ടിന്റെ ഇപ്പോഴത്തെ വരവെന്ന് തോന്നുന്നു. അത് മാത്രമല്ല, അന്ന് നമുക്കറിയാം ഇത്രയും കാലം സിനിമാ ഫീൽഡിൽ നിന്ന് മഞ്ജു വാര്യരെ സംബന്ധിച്ചിടത്തോളം, മഞ്ജു വാര്യർക്ക് ഇതൊന്നും അറിയാത്ത ഒരാളല്ല മഞ്ജു വാര്യർ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് അറിയുന്ന ഒരാളാണ്. അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ വേണ്ടി ഒരു വഴി ഉടൻ തന്നെ അതിൽ നിന്ന് പിന്മാറി സ്വന്തം കാര്യം നോക്കി പോവുകയും ചെയ്തത് എന്തിന്റെ പേരിലാണ്? എത്ര സ്ത്രീകളുടെ ഭാവിയാണ്. നമുക്കറിയാം മഞ്ജു വാര്യരെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു അതിലുമേറെ അഭിനയ പ്രതിഭയുള്ള നടിയല്ലേ പാർവതി തെരുവോത്ത് പോലെയുള്ള നടികളെ അത്രയും നല്ല നടിയായിരുന്ന രമ്യ നമ്പീശനും നല്ല നടിയാണ്. അത്തരത്തിലുള്ള മികച്ച നടിമാരൊക്കെയുള്ള സുരഭി ആണെങ്കിലും രേവതി ആണെങ്കിലും മികച്ച നടിമാരുടെ ഒരു കൂട്ടമാണ് ഇതിനെ റെസിസ്റ്റ് ചെയ്ത് നിന്നത്. ഈ നടിമാരെ കുറിച്ച് നോക്കിയാലും അവരവരുടെ കരിയർ പോലും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഈ വിഷയവുമായി മുമ്പോട്ട് പോവുകയും അവസരങ്ങൾ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തപ്പോ എന്തുകൊണ്ടാണ് മഞ്ജു വാര്യർ അടക്കമുള്ളവർ ഇതിൽ നിന്ന് പിന്മാറിയത്? മഞ്ജു വാര്യരുടെ വ്യക്തിവൈരാഗ്യമാണോ ഇതിന്റെ പിന്നിലെന്ന് സംശയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ തന്നെയാണ്. അല്ലെങ്കിൽ മഞ്ജു ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് മഞ്ജു ആ വിഷയത്തിൽ പിന്മാറി വളരെ ഡിപ്ലോമാറ്റിക്കായി ഒരു സ്റ്റാൻഡ് എടുത്ത് താനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല എന്ന മട്ടിലേക്ക് മുമ്പോട്ട് പോയത്? യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇനി കള്ളമയക്കുമരുന്ന്, ഈ കള്ളമയക്കുമരുന്ന് ഒക്കെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് ആരാണ്? കേരളത്തിൽ സി പോർഷൻ ഡയറക്റ്റായി പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഇവർ എത്ര സഖാക്കന്മാരെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള കഞ്ചാവും മയക്കുമരുന്ന് ലഹരി ഉപയോഗിക്കുന്ന സാധനങ്ങളുമായി ബന്ധപ്പെട്ടും ലഹരിയുടെ വാഹകരായൊക്കെ പിടിക്കപ്പെട്ടിട്ടുള്ളത്? എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ അവരുടെ ഒരു മന്ത്രിപുത്രൻ തന്നെ അത്തരത്തിൽ ഒരു കേസിൽ ആരോപണ വിധേയനായി നിൽക്കുകയല്ലേ. പിന്നെ എവിടെയാണ് എന്താണ് പറയാൻ കഴിയുന്നത്? മയക്കുമരുന്ന്, ഗുണ്ട, ഇതെല്ലാം CPM-ന്റെ ബൈ പ്രോഡക്റ്റ് അല്ലേ? കേരളത്തിലെ സർക്കാരിന് കൃത്യമായ തീരുമാനമെടുക്കാൻ കഴിയാത്തത് കൊണ്ടും കൃത്യമായ രീതിയിൽ റെസിസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടും ഉണ്ടായ ചില പ്രശ്നങ്ങളല്ലേ ഇതെല്ലാം? ഇതിന്റെ പേരിൽ ഒരു കേസ് കൊണ്ടു കൊടുത്താൽ ആരെയാണ് പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയുക? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പേരുകൾ ആരുടേതാണ്? ഈ പേരുകൾ ഉയർന്നു വരുമ്പോൾ സർക്കാരിന്റെ ഭാഗമായ ഒരു മന്ത്രിയും മുൻ MLA-യുമായ ഒരു സിനിമാ നടനുമല്ലേ ആരോപണ വിധേയരായി നിൽക്കുന്നത്? മുകേഷും ഗണേഷും അല്ലേ ആരോപണ വിധേയരായി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് സർക്കാരിന് ഒരു കൃത്യമായ നിലപാടിലേക്ക് പോകാൻ കഴിയാത്തത്? ഈ 4.5 വർഷമായി ഈ ഒരു റിപ്പോർട്ടുമായി ഈ 4.5 വർഷത്തിനിടയിൽ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കുക? ഇതിൽ എന്തെങ്കിലും പറയോ? അത്രയ്ക്ക് ഗൗരവം കേരളത്തിലെ നടിമാർ എന്ന് പറയുന്നത് അതുണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ മുന്നിലെത്തിയ ഫയൽ വായിച്ചു നോക്കിയിട്ടില്ല, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ആക്രമിച്ചിട്ടില്ല എന്ന് ഒരു മന്ത്രി പറയുമ്പോൾ എത്രത്തോളം ഗൗരവത്തോടെയാണ് കേരളത്തിലെ സ്ത്രീകളെ പ്രത്യേകിച്ച് നടിമാരെ ഈ മന്ത്രി കണ്ടിട്ടുള്ളത്? പ്രളയം വന്നപ്പോ അദ്ദേഹം പ്രളയം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് എന്തെങ്കിലും ആത്മാർത്ഥത, അദ്ദേഹത്തിന്റെ വകുപ്പിനോട് അദ്ദേഹത്തിന് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ, അതിനു മുമ്പ് AK ബാലനായിരുന്നു, ഇനി എന്തെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കാനെങ്കിലും അദ്ദേഹം തയ്യാറാകുമായിരുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു ഞാനിതൊന്നും വായിച്ചു നോക്കിയിട്ടില്ല, ഇത് വായിക്കുന്ന എന്തോ മോശപ്പെട്ട കാര്യമാണെന്ന് ധ്വനി വരുന്ന രീതിയിൽ ഞാൻ വളരെ നല്ലവനാണ്, ഞാൻ ഈ റിപ്പോർട്ടൊന്നും വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുകയാണോ മന്ത്രി ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ മന്ത്രി ഇത് ഞാൻ വായിച്ചിരുന്നു, ഗൗരവപരമായ കാര്യങ്ങളുണ്ട്, ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കിയിട്ടുള്ള കൺസൾട്ടൻസി വഴിയാണ്, ഒരു പുതിയ കൺസൾട്ടൻസിയെ വെക്കാൻ പോവുകയാണ്. പിണറായി വിജയന്റെ മോളും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലായത് ഈ കൺസൾട്ടൻസി പ്രശ്നങ്ങളിലാണ്. സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് അയാളെ
പറഞ്ഞത് വിവാഹം കഴിപ്പിക്കുന്ന ഒരാളെ കുറിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന ഒരാളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഒരു കാലത്ത് ഭരണത്തിലേറാൻ വേണ്ടി മാത്രം കിളിരൂരും കവിയൂർ പീഡന കേസിലെ പ്രതികളെ കയ്യാമം വെച്ച് റോഡിലൂടെ നടത്തിക്കുമെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. സൂര്യനെല്ലി വിഷയം നടക്കുമ്പോ അവിടെ ഇരിക്കെ ശോഭനെ, നിന്നെ അല്ലല്ലോ ഇവിടെ അമേരിക്കയിൽ ഇത് ചായ കുടിക്കുന്ന പോലെയാണെന്ന് പറഞ്ഞ നയനാർ അടക്കമുള്ളവരെ നമുക്കറിയാം. അതാണ് കേരളത്തിലെ സ്ത്രീകളോടുള്ള ഇടത് സർക്കാരിന്റെ സമീപനം. ഇടത് സർക്കാർ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ഒരു വഴിയിലൂടെ കാണിക്കുകയും അവരെ അവരുടെ താലി അറുത്ത് കളയാനും അവരെ പെരുവഴിയിൽ നിർത്താനും അവരെ കള്ളു കുടിപ്പിക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കല്ലേ ഇടത് പുരോഗമന ബുദ്ധിജീവികൾ ഈ കേരളീയ സമൂഹത്തിൽ സ്ത്രീകളെ നയിക്കുന്നത്. സ്ത്രീകളെ സ്ത്രീകളായി ജീവിപ്പിക്കുന്നതിനപ്പുറം അവരുടെ ആത്മാഭിമാനവും അന്തസ്സും വളർത്തുന്ന രീതിയിൽ ജീവിപ്പിക്കാൻ പ്രാപ്തരാക്കുന്നതിന് പകരം അവരെയൊക്കെ എല്ലാത്തിനും എതിരായി മയക്കുമരുന്നിന്റെയും അതുപോലെ തന്നെ കള്ളിന്റെയും വാഹകരായി മാറ്റാനും അവരെയൊക്കെ അങ്ങനെ ആക്കി മാറ്റിക്കൊണ്ട് അവർക്ക് ഉപയോഗിക്കാനും അല്ലാതെ എന്ത് പുരോഗമനമാണ് കേരളത്തിലെ ഇടത് ബുദ്ധിജീവികൾ പറയുന്നത്? ഏത് തരത്തിലാണ് ഇവർ സ്ത്രീകളെ കാണുന്നത്? ഇനിയിപ്പോ കുറെ സാംസ്കാരിക നായകന്മാരുണ്ട് ആവശ്യത്തിന് മാത്രം, അതായത് എന്തെങ്കിലും യു പിയിൽ നടന്നാൽ മാത്രം തുറക്കുന്ന കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ, സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഇവരല്ലേ ഇതിന് മറുപടി പറയേണ്ടത്? ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ ചാനലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി വലിയ രീതിയിൽ അത്തരത്തിലുള്ള ചാനലുകൾക്ക് വലിയ ഗുണമുള്ള ഒരു കാലഘട്ടമാണ്. ആ ചാനലുകാർ എന്താണ് ചെയ്യുന്നത്? ആരോടാണ് ഇവർ ചോദിക്കുന്നത്? ഏതെങ്കിലും ഒരു സിനിമാ സെറ്റിൽ 1 വർഷമോ 2 വർഷമോ പോയി ഏതെങ്കിലും ഒക്കെ 1 2 സിനിമയിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഒരു സിനിമകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നായകന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും സബോർഡിനേറ്റ് ആയിട്ടുള്ള പ്രവർത്തിക്കുന്ന നടന്മാരോ സപ്പോർട്ടിംഗ് നടന്മാരോ ഒക്കെ ആയിട്ടുള്ള നടന്മാരോട് പോയിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ചോദിക്കുക. ആരോടാണ് ചോദിക്കുക? ചലച്ചിത്ര അക്കാദമി ചെയർമാനോട് ചോദിച്ചോ? മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള ആർജവമുണ്ടോ? സാംസ്കാരിക മന്ത്രിയോട് ചോദിക്കാനുള്ള ആർജവമുണ്ടോ? സിനിമാ സംഘടനകളോട് ചോദിക്കാനുള്ള ആർജവമുണ്ടോ? കേരളത്തിലെ പ്രധാനപ്പെട്ട സിനിമാ സംവിധായകരോട് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇനിയും ഈ മന്ത്രിയോട്, ഗതാഗത മന്ത്രിയാണല്ലോ ഇപ്പോൾ ആരോപണ വിധേയനെ നിൽക്കുന്നത്, അദ്ദേഹത്തിനോട് ചോദിക്കാൻ കഴിയുമോ? മുകേഷിനോട് ചോദിക്കാൻ കഴിയുമോ? ഇതൊക്കെ അവരല്ലേ അതിന് മറുപടി പറയേണ്ടത്. ഈ മറുപടി പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നാലും ഒരു പ്രശ്നവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല, ഇവിടെ ഒരു ഭൂകമ്പവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന രീതിയിലായിരുന്നു മുകേഷിന്റെ പ്രതികരണം. മുകേഷിന് നന്നായി അറിയാം. കാരണം പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തൊരു സർക്കാരുണ്ട്, ഈ സർക്കാർ ഞങ്ങളെ സംരക്ഷിച്ചോളുമെന്ന അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമാണ് അദ്ദേഹം അത് പറയുന്നത്. അത് പറയുന്നതിലൂടെ വെളിവാകുന്നത് തന്നെയാണ്. ഇവിടെ ഒന്നും സംഭവിക്കില്ല. ആർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയും? മന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുമോ? മന്ത്രിയെ കുറിച്ച് ഗാർഹിക പീഡനം അടക്കമുള്ള വിഷയങ്ങൾ, അടികൊണ്ട വിഷയമടക്കം രംഗത്ത് വന്നതല്ലേ? ഈ മന്ത്രിയെ നേരത്തെ ഒരു മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയതല്ലേ? അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന കഥകൾ, നേരത്തെ ഉണ്ടായിരുന്ന ഭാര്യ, അവർ എന്നോട് ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഞാനുമായി വളരെ അടുപ്പം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട്. ഒരു ഡോക്ടറായിരുന്നു. അവരെന്നോട് ഒരുപാട് കഥകൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിരവധി വിഷയങ്ങൾ, അത് ആർക്കാരെയാണ് ഇക്കൂട്ടത്തിൽ CPM-ലെ ഏത് നേതാവിനാണ് ഇതിൽ ആരെങ്കിലും ഒരാളെ നിയന്ത്രിക്കാൻ കഴിയുക? പിന്നെ എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്? ഇവിടെ നടപടി ഉണ്ടാകണമെങ്കിൽ ആരോപണ വിധേയരായ ആരെങ്കിലും ഇനി കോടതിയിലേക്ക് പോവുകയല്ലാതെ യാതൊരു മാർഗവുമില്ല. ഇനി ആരോപണ വിധേയരായെ കുറിച്ച് പറഞ്ഞ പഴയ നടിമാര് കുറച്ചുപേര് വന്നു പറഞ്ഞു എന്ന് പറയുന്നു. അതിലൊരു നടി തന്റെ മൊഴി പുറത്തു വിടരുത് എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോഴും ഇവരുടെ അതായത് ഒരു കമ്മിറ്റി ആയതുകൊണ്ട് മാത്രം, കമ്മീഷനല്ല, ഫാക്ട് ഫൈൻഡിങ് നടത്തിയിട്ടില്ല, കമ്മിറ്റി ആയതുകൊണ്ട് മാത്രം ഇവർ വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അവരുടെയൊക്കെ കാലം കഴിഞ്ഞ ശേഷം അവർ വന്ന് പറയുന്നു. സത്യത്തിൽ ആ അർത്ഥത്തിൽ നോക്കിയാൽ ഇപ്പോൾ ഈ WCC എന്ന് പറയുന്ന ആ സംഘടനയിലെ ഇപ്പോൾ സ്റ്റേണായി നിൽക്കുന്ന നടിമാരെടുത്ത ഒരു ഇനിഷ്യേറ്റീവ്, അതൊരു വലിയ ഇനിഷ്യേറ്റീവാണ്. കുറച്ചു പേർക്കെങ്കിലും, വരുന്ന തലമുറയിലെങ്കിലും കുറച്ചു പേർക്കെങ്കിലും ഈ ഇനിഷ്യേറ്റീവ് കൊണ്ട് ഗുണമുണ്ടാകും. ഒരു ചെറിയ പേടിയെങ്കിലും പുരുഷന്മാർക്ക് വരാനുള്ള ഒരു കാരണമാകും. അപ്പോഴും സിനിമാ സെറ്റുകളിലെ ഗുണ്ടായുസവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പേടിക്കാതെ ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലെ സിനിമാ ഇൻഡസ്ട്രിയിലുണ്ടോ സ്ത്രീകൾക്ക്? ഈ നടന്മാരെ, ഇപ്പോൾ അൽസർസുനി അടക്കമുള്ളവരെ, അങ്ങനെ നിരവധി നമുക്കറിയാം പല തരത്തിലുള്ള ഈ ഡ്രൈവർമാരടക്കമുള്ളവർ, അവരെ കുറിച്ചൊക്കെ വലിയ ആരോപണങ്ങളല്ലേ വരുന്നത്. നമുക്കറിയാം മേനകയുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഡ്രൈവർ ആയിരുന്നു അന്ന് കേസ് കൊടുത്തില്ലെങ്കിലും അന്ന് പറഞ്ഞ ഒരു ഡ്രൈവർ കൊച്ചിയിലൂടെ, അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു ബൈറ്റ് എവിടെയോ ഉണ്ട്. ആ ബൈറ്റിൽ അദ്ദേഹം പറയുന്നത് ഭാര്യയെ വഴിതെറ്റിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചു, അദ്ദേഹം സാധ്യമായ മാർഗങ്ങളിലൂടെ ലൊക്കേറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നതാണ്. അവർക്ക് മറ്റൊന്നും സംഭവിച്ചില്ല. എങ്കിൽ പോലും അതിനുള്ള എങ്ങനെയാണ് ഒരു ശ്രമം? നമ്മൾ എത്ര ഒരു യൂബർ ഡ്രൈവറെ വിളിച്ചാൽ സേഫായി നമ്മൾ എത്തുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഒരു യൂബർ ഡ്രൈവറെ വിളിച്ചിട്ട് ഒരു സ്ത്രീ ഒരു യാത്ര തുടങ്ങുന്നത്? അങ്ങനെ സിനിമാ സെറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഡ്രൈവർ എങ്ങനെയാണ് വഴിതിരിച്ച് മറ്റൊരു യുവതിയെ കൊണ്ടുപോയി എന്ന ആരോപണം, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് സുരക്ഷയാണ് സ്ത്രീകൾക്ക് വേണ്ടി എന്ത് സുരക്ഷയാണ് സർക്കാരിലുള്ളത്? ഈ തിലകൻ എന്ന് പറയുന്ന നടൻ ഇതൊക്കെ പണ്ടേ പറയുന്ന കാര്യങ്ങളായിരുന്നല്ലേ? ഈ തിലകനെ
ഇപ്പോഴാണ് ഈ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ ഇത് തിലകനെ എല്ലാവരും വളരെ കൃതജ്ഞതയോടുകൂടി സ്മരിക്കുകയാണ്. കാരണം തിലകൻ പണ്ടേ പറയുന്നതാണ്. പോരാത്തൊരു തിലകൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ശ്രീനാഥ് എന്ന് പറയുന്ന നടന്റെ ഇത് അനുശോചന ചടങ്ങിൽ തിലകൻ എന്ന് പറഞ്ഞത് ഇത് കൊലപാതകമാണെന്നാണ് പറഞ്ഞത്. ഇതിന്റെ പിന്നിൽ അമ്മയും പവർ ഗ്രൂപ്പുമാണെന്നാണ്. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഇതിന് പിന്നിൽ അമ്മയും വലിയൊരു ഗൂഢസംഘവും ഇതിന് പിന്നിൽ ഉണ്ടെന്ന് പറയുന്നു. അതായത് പല ആൾക്കാരെയും കൊലപ്പെടുത്തുന്നത് വരെ ഇവിടെ അമ്മ ഗ്രൂപ്പിന് കൈയുണ്ട് എന്ന രീതിയിലാണ് തിലകൻ എന്ന് സംസാരിച്ചത്. അപ്പൊ എന്തായിരിക്കും അതുകൊണ്ടാണോ തിലകനെ ഒതുക്കാനായിട്ട് ഗണേഷ് കുമാർ അടക്കമുള്ളവൻ ശ്രമിച്ചു എന്ന് പറയുന്നത്? ഇന്നലെ തിലകന്റെ മകൾ വന്ന് പറയുന്നു തിലകന്റെ മകളോട് അപമര്യാദയായിട്ട് പെരുമാറി, മലയാളത്തിലെ ഒരു വടവൃക്ഷം എന്ന് പറയുന്നു. എന്തായിരിക്കും അപ്പൊ തിലകനോടുള്ള ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കലിപ്പെന്തായിരിക്കും? ചില ആൾക്കാരെ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന ആൾക്കാരെ ഒരു ഇൻഡസ്ട്രിയും അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. അതിപ്പോ ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും, സിനിമ മാത്രമല്ല, രാഷ്ട്രീയമാണെങ്കിലും പത്രപ്രവർത്തനമാണെങ്കിലും, ഏത് മേഖലയാണെങ്കിലും, ഒരു മേഖലയിലും സ്വന്തം കാര്യം അല്ല എന്തെങ്കിലും കാര്യങ്ങൾ കൃത്യമായി പറയുന്ന നിലപാടുള്ളവരെ അങ്ങനെ പെട്ടെന്ന് അംഗീകരിക്കാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പൊ ആ ബുദ്ധിമുട്ട് ഒരു പക്ഷേ തിലകന്റെ വിഷയത്തിലും ഉണ്ടായിട്ടുണ്ടാവും. തിലകൻ ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണ് എന്ന് അന്നും ഇന്നും എല്ലാവർക്കും അറിയാം. ഇപ്പൊ അതൊരു പുതിയ അറിവല്ല, അതിനൊരു അംഗീകാരം ഒരു പക്ഷേ ഇന്ന് മലയാളി അത് അംഗീകരിക്കാൻ തയ്യാറായി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത്തരം വിഷയങ്ങൾ ഇത് അംഗീകരിക്കുന്നോ എന്നുള്ളത് നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ ഇത്രയും ആൾക്കാർ ചാനൽ കാണുകയും ഇത്രയും ആൾക്കാർ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും എല്ലാ വാർത്തകളും കാണുകയും ചെയ്യുന്നത് സിനിമാ സ്റ്റാറുകളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഇപ്പൊ തന്നെ ഇന്നലത്തെ ചർച്ചയുടെ അടിവശത്ത് വരുന്ന കമന്റുകൾ ഞാൻ ശ്രദ്ധിച്ചപ്പോ പലരും പറയുന്ന ഈ 15 നടന്മാരുടെ പേര് പറയാനാണ്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ രഹസ്യമായി വെച്ചിരിക്കുന്ന 15 പേരുടെ പേര് നമ്മൾ പറയണം എന്ന ആവശ്യമാണ് അവർ പറയുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് അത്രേ ഉള്ളൂ. കേരളത്തിലെ പൊതുജനത്തിനും പൊതുസമൂഹത്തിനും ഇതിനപ്പുറത്തേക്ക് വലിയ ആവശ്യങ്ങളൊന്നുമില്ല. അവർക്ക് ഏതൊക്കെ നടന്മാർ ആരുടെ കൂടെ പോയി, ആരൊക്കെയാണ് ഇതിൽ പങ്കെടുത്തത്, ഏതൊക്കെ കൃത്യങ്ങൾ സംഭവിച്ചു എന്നൊക്കെ അറിയാനുള്ള ഒരു അവരുടെ സിനിമാക്കാരുടെ അണിയറയിലേക്ക് അന്നും കടന്നു കയറാനുള്ള ശ്രമം അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊരു യഥാർത്ഥത്തിൽ സിനിമാ രംഗം നന്നാവണമെന്ന് ആഗ്രഹമുള്ളവരല്ല. ഇനി ചാനലുകാരെ നോക്കിയാൽ ചാനലുകാരുടെ റേറ്റിംഗ് ആണ് പ്രശ്നം. ഇപ്പോ ഏറ്റവും നന്നായി ഈ സമയത്ത് ഏറ്റവും നന്നായി റേറ്റിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവരും ചാനൽ കാണുന്ന ഒരു സമയമാണ്. അതിനുവേണ്ടി ഇപ്പോ ഓൺലൈനുകാരാണ് കാണിക്കുന്നത് വെച്ചാൽ എന്തൊക്കെ തമ്പിടാമോ ആ തമ്പൊക്കെ തരുന്ന ഒരു ബന്ധവും ഇല്ലാത്ത തമ്പുകളൊക്കെ ഇട്ടുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചാനലുകൾ വാർത്തയുമായി വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ആർക്കും ഇതിനകത്ത് ആത്മാർത്ഥമായ കാര്യമൊന്നുമില്ല. വളരെ ഗുരുതരമായ ആരോപണമാണ് തിലകന്റെ മകൾ ഉന്നയിച്ചത്. തിലകൻ മരിച്ച ശേഷം ക്ഷമ പറയാനാണെന്ന് വ്യാജേന വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ തിലകൻ ജീവിച്ചിരിക്കുമ്പോൾ പോലും തിലകനെ ആക്രമിക്കുകയും അതിനുശേഷം കിട്ടിയാൽ ആട്ടെ എന്ന് വിചാരിച്ചിട്ട് തിലകന്റെ മകളെ വരെ വിളിച്ച് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയ ഗുരുതരമായ ആരോപണമാണ്. ആ കാര്യത്തിൽ അവർ പേര് വെളിപ്പെടുത്തണം. അത് ആരാണെന്നറിയാൻ പൊതുസമൂഹത്തിന് ആഗ്രഹമുണ്ട്, മറ്റൊന്നും കൊണ്ടല്ല. ഒരു മരിച്ചുപോയ ഒരു ആർട്ടിസ്റ്റ്, അതും തിലകനെ പോലെ ഒരു ആർട്ടിസ്റ്റ്, അയാളുടെ മകളോട് അത്തരത്തിൽ എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക? അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുള്ളത് സിനിമാ ഇൻഡസ്ട്രിക്ക് പുറത്തുള്ള ഒരാൾ എങ്കിൽ തീർച്ചയായും അത് പുറത്തു വരേണ്ടതാണ്. ആ വിഷയത്തിൽ അവർ പറഞ്ഞാൽ കേസെടുക്കുകയും ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ അത് കേസെടുക്കാനുള്ള സാധ്യത ദിലീപിന്റെ വിഷയത്തില് ദിലീപ് ഇപ്പോ ചേച്ചി നേരത്തെ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് വിചാരണ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, ഇനി വിധിക്കായിട്ട് കാത്തിരിക്കുകയാണ് പല ആൾക്കാരും. അതിന്റെ ഇടയിൽ പല സംഭവ വികാസങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ ആ വിധിയെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം, അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്ന് ഇവിടെ പല ദിലീപ് അനുകൂലികളും പറയുന്നു. ദിലീപ് അനുകൂലികൾ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം, വിചാരണയിൽ ദിലീപിന് ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ദിലീപിനെ വലിയ രീതിയിൽ കൊടുക്കാനായിട്ടുള്ള ശ്രമം നടത്തി. ഇതുവരെ ദിലീപിന് അനുകൂലമായിട്ടുള്ള യാതൊരുവിധ തെളിവുകളും ഇല്ല. ആകപ്പാടെ ദിലീപിന്റേതെന്ന് പറയപ്പെടുന്ന ഒരു തെളിവ് എന്ന് പറയുന്നത് പൾസർ സുനി പറഞ്ഞു. ദിലീപ് പണ്ട് മദ്യപിച്ചിരുന്നപ്പോൾ പൾസർ സുനി ഈ ആക്രമിക്കപ്പെട്ട നടിയെക്കുറിച്ച് പറഞ്ഞു, അവൾ എനിക്ക് വലിയ തലവേദനയാണ്, അവളെ എങ്ങനെയെങ്കിലും ഒതുക്കണമെന്ന് പൾസർ സുനിയോട് ദിലീപ് പറഞ്ഞു. അതിനുശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പൾസർ സുനി ഈ നടിയെ കടത്തുന്നത്. അങ്ങനെ കടത്തിയപ്പോഴാണ് പൾസർ സുനി ദിലീപിന്റെ പേര് പറഞ്ഞ് അങ്ങനെയാണ് കണക്ട് ആവുന്നതെന്നാണ് പല ആൾക്കാർ ദിലീപിന്റെ അനുകൂലികൾ പറയുന്നത്. അതുകൊണ്ട് ദിലീപിന്റെ വീട് മുഴുവൻ അരിച്ചു പറക്കി, ദിലീപ് വിളിക്കുന്ന വാട്സപ്പ് കോളുകൾ പോലും പോലീസ് ട്രാക്ക് ചെയ്ത്, അതൊക്കെ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമാണ്. പക്ഷെ എങ്കിലും ദിലീപ് ട്രാക്ക് ചെയ്തിട്ട് പോലും കേരള പോലീസിന് ഒന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല എന്ന് മനസ്സിലാവുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിചാരണ ദിലീപിന് ശിക്ഷ ലഭിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോ അതിന്റെ കൂടെ ഒരു ഭാഗമായിട്ടാണ് ആ വിധിയെ കൂടെ ഒന്ന് സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു പവർ ഗ്രൂപ്പ് വന്നത്, ആ പവർ ഗ്രൂപ്പിന് ഒരു തലവൻ വന്നത് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അതിലെന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കും, എന്തെങ്കിലും വസ്തുത കാണും?
അല്ല, ദിലീപുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സിനിമയിൽ ദിലീപിനെ ഒതുക്കണമെന്ന് ആഗ്രഹമുള്ള പലരും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സിനിമയുടെ സമസ്ത മേഖലകളും ദിലീപ് കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തിയേറ്ററുകളാണെങ്കിലും സിനിമ പ്രൊഡക്ഷൻ ആണെങ്കിലും ഒക്കെ തന്നെ ദിലീപ് വലിയ രീതിയിൽ അഭിനയത്തിലാണെങ്കിലും ഒക്കെ വളരെ രീതിയിൽ എക്സൽ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായും ദിലീപിനെ കുരുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വിഭാഗം ഉണ്ടാകും. ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ നിരന്തരമായി ഈ രാമപിള്ള സാറിനോടൊക്കെ വല്ലപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഈ കേസ് നന്നായി പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കേസുമായി ബന്ധപ്പെട്ട് രണ്ടഭിപ്രായം വന്നപ്പോൾ ഇതൊന്ന് പഠിക്കാൻ ശ്രമിച്ചതാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന് തൽക്കാലം ശിക്ഷ വാങ്ങിക്കാൻ തക്ക അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കാൻ തക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു ബോധ്യത്തിൽ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ദിലീപിന്റെ ഒരു പങ്കോ അല്ലെങ്കിൽ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ പേരോ അല്ലെങ്കിൽ മോഹൻലാലിന്റെ പേരോ ഒക്കെ ഉണ്ടാകുമെന്നൊരു ധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട്. ആ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകാനുള്ള കാരണം പലപ്പോഴും പറഞ്ഞു കേട്ട കഥകളാണ്. നമുക്കിപ്പോ പറഞ്ഞു കേട്ട കഥകളിൽ പലരും വില്ലന്മാരും പലരും പ്രതിനായക സ്ഥാനത്തും ഒക്കെ ഉള്ളവരൊക്കെ ഒരുപാട് പേരുണ്ടാവും. ഇതൊക്കെ ഈ വായ്മൊഴിയായി പറഞ്ഞേക്കുന്ന. മാത്രമല്ല ഇപ്പോ മോഹൻലാലിനെ കുറിച്ച് ഒരു ആരോപണം ഉയർന്നാൽ അത് മോഹൻലാലിനോട് ചോദിച്ചാൽ പോലും മോഹൻലാൽ അത് മൈൻഡ് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അല്ല എന്ന് ഒരിക്കലും മോഹൻലാൽ പറയാറുമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു മനസാക്ഷിയിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥയിൽ മോഹൻലാൽ അങ്ങനെ ആയിരിക്കും എന്നൊരു ധാരണയൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല സിനിമാ രംഗത്ത് തന്നെ ചില മാറ്റങ്ങൾ ഇപ്പൊ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ സുരേഷ് ഗോപി വളരെ നല്ല ഒരാളാണ്. സുരേഷ് ഗോപി സിനിമാ രംഗത്ത് നിന്നു, അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്നു. അദ്ദേഹത്തിനുണ്ടായ ഒരു വിജയം, അങ്ങനെ പല രീതിയിൽ ഇത് ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അദ്ദേഹം ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു ധാരണ ഒക്കെയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ സുരേഷ് ഗോപിയെ മറ്റൊരു രീതിയിൽ ഇവർക്ക് ടാർണിഷ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും തൽക്കാലമില്ല. സുരേഷ് ഗോപി അത്തരത്തിലുള്ള ഒരാളല്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ സർക്കാർ ഏറ്റവും പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്ന് ഓർക്കണം. കാരണം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാഴ്ച അവിടുന്ന് ക്യാമ്പുകൾ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാമ്പുകളിലെ ആൾക്കാർ എങ്ങോട്ട് പോകുമെന്ന് അവർക്കറിയില്ല. അതേ അവസ്ഥയിലാണ്. 6000 രൂപയാണ് സർക്കാർ വാടക കൊടുക്കാവുന്നത്. ആ വാടകയ്ക്ക് വീടുകൾ കിട്ടാനില്ല. ഇത്രയേറെ ആളുകൾ താമസിക്കേണ്ടതുണ്ട്. അപ്പോ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പാക്കേജ് പ്രഖ്യാപിക്കണമെങ്കിൽ നാശനഷ്ടത്തിന്റെ കണക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട്. നാശനഷ്ടത്തിന്റെ കണക്ക് ഇതുവരെ എടുത്തിട്ടില്ല. അവർ ആകെ സർക്കാർ ഇപ്പൊ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം വേറൊരു അക്കൗണ്ടിലേക്ക്, അവിടെയാണ് സംശയം ജനിപ്പിക്കുന്നത്. വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കി അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. കാരണം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇനി എന്തെങ്കിലും ചെയ്താൽ അതിൽ തൊട്ടാൽ പ്രശ്നം. ഓണം വരാൻ പോകുന്നു, പലതരത്തിലുള്ള പണച്ചിലവുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നു. എങ്ങനെ ഇതിനുള്ള പണം കണ്ടെത്തും എന്നറിയില്ല. സർക്കാർ ഖജനാവ് ഖാലിയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ സർക്കാർ പെട്ടുവീഴുകയാണ്. അതിനിടയിലാണ് കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നിരവധി പ്രശ്നങ്ങൾ ഇങ്ങനെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. സർക്കാർ പ്രതിസന്ധിയിലാകുന്ന സമയത്ത് മറ്റെന്തെങ്കിലും വിഷയം കൊണ്ട് ഒരു ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കാനുള്ള ശ്രമം പലപ്പോഴും നടത്താറുണ്ട്. അപ്പൊ അതേപോലെ അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മാർഗമാണോ ഇതിന്റെ പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇതിൽ ആത്മാർത്ഥമായി സർക്കാർ എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 4.5 കൊല്ലം ഈ റിപ്പോർട്ടും വെച്ചിട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി കണ്ടിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ലല്ലോ. അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഇവരുടെ കള്ളക്കളി. അതിൽ നിന്ന് തന്നെ സർക്കാരിന്റെ കള്ളക്കളി അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വ്യക്തമായി. അതാണ് ഞാൻ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ത് തന്നെയായിരുന്നാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളുടെ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇപ്പോ ചർച്ച തിലകൻ റൂട്ടിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിലകന്റെ മകളായിട്ടുള്ള സോണിയ തിലകൻ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. സോണിയ തിലകനും ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായി എന്നുള്ളത്. എന്നിട്ട് അവരത് പറഞ്ഞു വെക്കാനായിട്ട് അവർ പ്രധാനമായിട്ട് ശ്രമിക്കുന്നത് എന്റെ അച്ഛൻ മലയാള സിനിമയിലെ ഒരു അധികായനായിരുന്നു. എന്റെ അച്ഛന്റെ മകനായിട്ടുള്ള എനിക്ക് പോലും അച്ഛന്റെ മരണശേഷം ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന സാധാരണ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഗതി എന്തായിരിക്കുമെന്ന് കൃത്യമായിട്ടാണ് അവർ പറഞ്ഞു വെക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിലൂടെയാണ് ചർച്ച മുന്നോട്ട് പോകുന്നത്. പോരാത്തതിന് തിലകനെ പുറത്താക്കിയ ആത്മയുടെ പ്രസിഡന്റിനെ കുറിച്ചുള്ള ചർച്ചകൾ, ആ പവർ ഗ്രൂപ്പിലെ മന്ത്രിയെ കുറിച്ചുള്ള ചർച്ചകൾ, ഇത്തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ശ്രീല ചേച്ചി പറഞ്ഞതുപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ മദ്യം, മയക്കുമരുന്ന്, ഫ്രീ സെക്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇടത് സർക്കാരാണ് ഇവിടെ ഈ സിനിമയുടെ തൊഴിൽ മേഖലകളിൽ ഇത്തരത്തിലുള്ള നവീകരണങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. എന്തായിരുന്നാലും അതിന്റെ തലപ്പത്ത് PK ശശിയെ പോലുള്ളവരെ പിടിച്ചിരുത്താൽ ഏറ്റവും നന്നായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി വനിതാ മതിൽ കെട്ടിയ ഈ സർക്കാരാണ് പോക്സോ അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 4 വർഷം പൂഴ്ത്തിവെച്ച് അതിന്റെ മുകളിൽ അടയിരുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. കാരണം ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് ഇത് സർക്കാരിന്റെ താല്പര്യമാണ്. കാരണം ഇതിനകത്തുള്ള പവർ ഗ്രൂപ്പിന്റെ പേരുകളും മറ്റു കാര്യങ്ങളും പുറത്തു വരരുത് എന്നുള്ളത് സർക്കാരിന്റെ താല്പര്യങ്ങളാണ്.
സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട നടന്മാർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ടും മന്ത്രിമാർ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ടും MLA മാർ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ടുമായിരിക്കണം സർക്കാർ അങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ശ്രീനാഥ് ബാസിയോ ഷെയ്ൻ ടോം ചാക്കോയോ ഷെയ്ൻ നിഗമോ പോലുള്ള നടന്മാരായിരുന്നെങ്കിൽ സർക്കാർ എപ്പോ അവരെ പൊതുശല്യമായി പ്രഖ്യാപിച്ച് പൊതുനിരത്തിലെടുത്തിട്ട് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് കയ്യടി നേടാനുള്ള ഒരു ശ്രമം നടത്തിയതിനെ എന്നും നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. മറിച്ച് സർക്കാരിന് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരായതുകൊണ്ടാണ് ഈ പ്രമുഖ മട്ടാഞ്ചേരി മാഫിയ ഒക്കെ ഉള്ളത് കൊണ്ടാണ് സർക്കാർ ഇത് പുറത്തുവിടാതിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാർ ഇനിയും അത് പുറത്തുവിടാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് പീഡകന്മാർക്കെല്ലാം ഒരു പ്രചോദനമുള്ള ഒരു റിപ്പോർട്ടാണ്. കാരണം ഇതിനകത്തുള്ള പ്രമുഖൻ, ഒരു കൊച്ചുകുട്ടിയെ വരെ പീഡിപ്പിച്ച് പോക്സോയിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രമുഖൻ വിചാരിക്കുന്നത് അത്ര വലിയ പീഡനം നടത്തിയിട്ട് പോലും എന്റെ പേര് പ്രമുഖൻ എന്നാണ്. അപ്പോൾ ഇനിയും തുടർന്ന് പീഡനം നടത്തിയാലും സർക്കാർ സംരക്ഷിച്ചുകൊള്ളും, എന്റെ പേര് അന്നും പ്രമുഖനായിരിക്കുമെന്നോ എന്ന് തന്നെ അയാൾ വിചാരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായിരുന്നാലും ചർച്ചകൾ ഇവിടെ തീരുന്നില്ല. ചർച്ചകൾ ഇനിയും തുടർന്ന് തന്നെ മുന്നോട്ട് പോകും. വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള അലിവുകൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.